770 അല്ല, എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ. എനിക്കിന്ന് ജോലിയില്ല, എന്റെ മക്കൾക്ക് അന്നമില്ല, നമ്മളെല്ലാം തെരുവിലാണ്. ഇനിയിപ്പൊ കയറിക്കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ, തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും. അങ്ങറ്റം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിനു വേണ്ടി. ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല, അത് നടന്നതാണ്. ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും, ജീവൻ കിടക്കുമെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കേട്ടതാ കുറച്ച് നാളുകൾക്ക് മുൻപ് സ്വപ്ന സുരേഷ് ഏറെ വേദനയോടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ സമയത്ത് സ്വപ്ന സുരേഷിന്റെ വാക്കുകൾക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പോഴാണ് ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ളത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഏതൊക്കെ തരത്തിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനും വേദനിപ്പിക്കാനും അടിച്ചോടിക്കാനും പിണറായി വിജയനും സഹാക്കളും ശ്രമിച്ചു. അതിൻ്റെയൊക്കെ 8ന്റെ പണിയാണ് ഇപ്പോൾ മുഖ്യനും മകൾക്കും സഹാക്കന്മാർക്കുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ നിങ്ങൾ ഇറക്കിയാലും ഒരു പ്രയോജനവുമില്ല സഹാക്കളെ. മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ ചെയ്യാത്ത സേവനത്തിനാണ് 1.72 കോടി രൂപ വാങ്ങിയത് എങ്കിൽ അതിൽ SFIO കൃത്യമായ നിലപാട് സ്വീകരിക്കും, അന്വേഷണം സ്വീകരിക്കും. അതിൽ വീണയെ അവർ ചോദ്യം ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാലും പിണറായി വിജയൻ്റെ കൈകൾ അത്ര ശുദ്ധമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എക്സാലോജിക്കിൻ്റെ പടിവാതിൽക്കൽ SFIO എത്തിയപ്പോൾ വെപ്രാളത്തിൽ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് SFIO ഇതിനായി എടുത്ത രേഖകളൊക്കെ തിരിച്ചു നൽകണം, മാത്രമല്ല അന്വേഷണം സ്റ്റേ ചെയ്യണം. ഇതാണ് വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുടെ ആവശ്യം. എന്തായാലും ഭാര്യ കമലയെയും പിണറായി ഇക്കൂട്ടത്തിൽ വലിച്ചിഴച്ചു എന്നുള്ളതാണ്. അതായത് കമലയുടെ പെൻഷൻ പണം കൊണ്ട് എന്നാ മകളെ നീ പോയി ഒരു കമ്പനി തുടങ്ങിക്കോ, മറ്റാരുടെയും കീഴിൽ ഇനി ജോലി ചെയ്യണ്ട, എൻ്റെ മകൾ സ്വന്തമായിട്ട് അവൾ തന്നെ രാജാവായി ഒരു കമ്പനി അങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ പെൻഷൻ കിട്ടിയപ്പോൾ, ലോകത്താദ്യമായിട്ടായിരിക്കും ഇത്രയും കോടികൾ പെൻഷൻ വാങ്ങുന്ന ഒരു അമ്മയുള്ളത്. അപ്പോൾ അമ്മ പണം എടുത്തു കൊടുക്കുന്നു. മകൾ അതും കൊണ്ട് കേരളത്തിലൊന്നും നിൽക്കുന്നില്ല, കേരളം വിട്ട് അങ്ങ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അതായത് പിണറായി സർക്കാർ തന്നെ പറയുന്നു കേരളം വ്യവസായ സൗഹൃദമാണ്, ആർക്ക് വേണമെങ്കിലും സംരംഭം തുടങ്ങാമെന്ന്. പക്ഷെ മകൾക്ക് അച്ഛൻ്റെ സ്വഭാവവും അച്ഛൻ്റെ പാർട്ടിക്കാരുടെ സ്വഭാവമൊക്കെ നന്നായി അറിയാവുന്നത് കൊണ്ടായിരിക്കാം മകൾ ഇവിടെ ഒന്നും കമ്പനി തുടങ്ങിയില്ല, നേരെ അങ്ങ് ബാംഗ്ലൂരിലേക്ക് വച്ച് പിടിച്ചു. പക്ഷേ ബാംഗ്ലൂരിലേക്ക് വച്ച് പിടിച്ചെങ്കിലും കമ്പനിയുടെ അഡ്രസ്സ് AKG സെൻറ്ററിൻ്റെതാണ് കൊടുത്തത്. അതായത് സ്വന്തം വീടുണ്ടെങ്കിൽ പോലും AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ എൻ്റെ കമ്പനി തുടങ്ങിയാൽ മതി, അതാകുമ്പോൾ പാർട്ടി സംരക്ഷണം കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ ഞാൻ വലിച്ചു വാരി ഇട്ടാലും അതൊക്കെ എന്നെ പാർട്ടി സംരക്ഷിച്ചോളും. ബിനീഷ് അല്ല വീണ. കാരണം ബിനീഷിനെ തൊട്ടപ്പോൾ പിണറായിക്ക് പൊള്ളിയില്ല, കൊടിയേരിക്ക് പൊള്ളി, വിനോദിനിക്ക് പൊള്ളി, പക്ഷെ പിണറായിക്ക് പൊള്ളിയില്ല. അന്ന് പിണറായി പറഞ്ഞത് അത് മയക്കുമരുന്ന് കേസാണ്, അതുകൊണ്ട് പാർട്ടി അതിൽ ഇടപെടേണ്ട കാര്യമില്ല, കുടുംബം വേറെ പാർട്ടി വേറെ. അപ്പോഴാണ് കൊടിയേരി പറഞ്ഞത് അവർ അന്വേഷണത്തെ സ്വന്തമായി തന്നെ നേരിടട്ടെ എന്ന്. അത്രയും നല്ലൊരു അച്ഛൻ, അത്രയും തൻ്റെ ഇടവും ചങ്കുറപ്പുമുള്ള ഒരു പാർട്ടി നേതാവ് പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി കണ്ടു പഠിക്കണം കോടിയേരി ബാലകൃഷ്ണനെ. കാരണം മക്കൾക്കെതിരെ നിരന്തരം ആരോപണങ്ങളൊക്കെ വന്നപ്പോഴും അവർ സ്വന്തമായി അതിനെ നേരിടട്ടെ, ഞാനതിൽ ഇടപെടില്ല, അത് പാർട്ടിയല്ല കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വഴിക്കും ആ കേസിനെ അതിൻ്റെ വഴിക്കും വിട്ട, ലക്ഷങ്ങൾ ചിലവാക്കി ഒരു വക്കീലന്മാരെയും വച്ച്, അതും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഒരു വക്കീലന്മാരെയും വച്ച് മക്കളെ സംരക്ഷിക്കാത്ത കോടിയേരി ബാലകൃഷ്ണനെ സത്യത്തിൽ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇരട്ടച്ചങ്കനെന്ന് കൃത്യമായി പറയാം. കാരണം ഒരുപാട് ആരോപണങ്ങൾ മക്കൾക്കെതിരെ വന്നപ്പോഴും മനസ്സുകൊണ്ട് വിഷമിക്കുമ്പോഴും അദ്ദേഹം പാർട്ടിക്കൊപ്പമാണ് നിന്നത്. ഒരിക്കലും മക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഇവിടെ പിണറായി ആണെങ്കിൽ മകൾക്കെതിരെ ആരോപണം വന്ന അന്ന് മുതൽ മകളെ സംരക്ഷിക്കാനുള്ള വെപ്രാളത്തിലാണ്. പാർട്ടിയെ കൂടി കണ്ണുരുട്ടി ഭയപ്പെടുത്തിയാണ്, എൻ്റെ മകളെ നിങ്ങളാരും സംരക്ഷിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം. കാരണം പിണറായി പാർട്ടിയുടെ അന്ത്യകൂദാശ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ കാലിനടിയിലാണ് എല്ലാ സഹാക്കന്മാരും ഇങ്ങനെ ചവിട്ടി മെതിച്ചരഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് പിണറായി എന്ത് പറഞ്ഞാലും
കേൾക്കേണ്ട ഒരു ഗതികേടിലാണ്. ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇടയ്ക്ക് വീണയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ തള്ളി പറഞ്ഞുവെങ്കിലും പിന്നീട് ഗോവിന്ദൻ മാസ്റ്റർക്ക് വരെ പിണറായിക്കൊപ്പം നിൽക്കേണ്ട ഒരു സ്ഥിതി വിശേഷണം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വപ്ന അന്ന് പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ഫിഷാണ്, പിണറായി എല്ലാം ചെയ്യുന്നത്, എല്ലാ കള്ളത്തരങ്ങളും കാണിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ്, മാസ്റ്റർ ബ്രെയിൻ മകളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിച്ചതിൻ്റെ യഥാർത്ഥ വസ്തുത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ സ്വപ്ന പറഞ്ഞതൊക്കെ സത്യമാണ്, ശരിയാണ്. എന്തായാലും ഇനി റിയാസ് മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാവേണ്ടത്. എടുത്തു ചാടി കല്യാണവും കഴിച്ചു, 8ന്റെ പണിയും കിട്ടി, മന്ത്രിസ്ഥാനം കിട്ടി, അതിനി എപ്പോൾ 2.5 വർഷം കൂടി തികയ്ക്കാൻ കഴിയുമോ, 5 വർഷം മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയുമോ, അത് ഭാര്യ തന്നെ പണി തരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഇപ്പോൾ റിയാസ് മന്ത്രി. മിണ്ടാട്ടമില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഇനി വീണ വിജയന് രക്ഷയില്ല. എങ്ങോട്ടൊക്കെ ഓടിത്തള്ളിയാലും അവിടെ നിന്നെല്ലാം, ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവിടെ നിന്നെല്ലാം SFIO പൊക്കിക്കൊണ്ടുവരും.